Hello students, now we are going to discuss about absolute convergence. അതിന്റെ നോട്ട്സ് ആണ് തന്നിരുന്നത്. നിങ്ങൾ മടുപ്പ് വിചാരിക്കരുത്. സീക്വൻസും സീരീസും ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഒരു എളുപ്പമുണ്ട്. അത് തന്നെയല്ല, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചത് വെച്ച് ഇപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ആണ്, തിയറംസ് ആണെങ്കിലും ഉള്ളത്. പ്രോബ്ലം പോലെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കുറേ കാലം ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് നിങ്ങൾ മടുത്തു എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ പേപ്പറിൽ പഠിക്കുക. സീക്വൻസും സീരീസും ഒരുമിച്ച് പോകുന്നത് വളരെ എളുപ്പമുള്ള ഒരു രീതിയിലേക്കും തോന്നുന്നു. ഇനി ഒരു മൊഡ്യൂൾ ലിമിറ്റ്സ് ഉള്ളത് സീക്വൻസിന്റെ ഒരു റെപ്പറ്റീഷൻ കൂടിയാണ്. അപ്പോൾ മടുപ്പ് വിചാരിക്കരുത് എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അബ്സല്യൂട്ട് കൺവേർജൻസ് നോട്ട്സ് എന്ന ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ സീരീസ് ഉണ്ടാവുന്നത് അതിന്റെ ടേംസിൽ നിന്നാണ്. ടേംസ് ചേർത്ത സീക്വൻസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സീരീസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സീക്വൻസ് ഉണ്ട്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് S1 S2 S1 ഫസ്റ്റ് ടേം, S2 സം ഓഫ് ദി ഫസ്റ്റ് ടു ടേംസ് എക്സെട്ര. അങ്ങനെ ഒരു സീരീസ് ഉണ്ട്. സീരീസിന്റെ ടേംസ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എന്ന് എഴുതുമ്പോൾ x1 x2 x3 അങ്ങനെയും ഒരു സീക്വൻസ് സീരീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ സീരീസ് പറയുന്നതിന് മുമ്പ് അതിനെ ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസിനെയാണ് പറയാറ്. അബ്സല്യൂട്ട് കൺവേർജൻസ് ഡിഫൈൻ ചെയ്യുമ്പോഴും നമ്മളതാണ് ആദ്യം ചെയ്യാം. Given a series, given a sequence x equal to capital X equal to സീക്വൻസിനെ ക്യാപിറ്റൽ X കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. given a sequence capital X equal to x, ഇതാണ് നമ്മുടെ സീരീസിനെ ജനറേറ്റ് ചെയ്യുന്നത്. then the series generated by this one sigma xn is said to be absolutely convergent. absolute convergence ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സീക്വൻസ് എക്സൻ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ പഴയ സീക്വൻസ് തന്നെ. സിഗ്മ എക്സൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ എന്ന് പറയുന്ന എപ്പോഴാണ്? കൺവേർജൻ ഇഫ് ദ സീരീസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂസ് സിഗ്മ മോഡ് എക്സൻ, സിഗ്മ മോഡ് എക്സൻ ഇവിടെ സാധാരണ കൺവേർജൻസ് തന്നെ. കൺവേർജന്റ് ആണെങ്കിൽ, സിഗ്മ മോഡ് എക്സൻ കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ എക്സനെ നമ്മൾ, സിഗ്മ മോഡ് എക്സൻ കൺവേർജന്റ് ആണെങ്കിൽ അത് കൺവേർജൻസ്. സിഗ്മ എക്സനെ നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ എന്ന് പറയും. ഇപ്പോൾ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. തീരെ നിങ്ങൾ കണ്ടതായതുകൊണ്ട് അറിയാം. അപ്പോൾ അതിനെപ്പറ്റി ഇനി അധികം പറയേണ്ട കാര്യമില്ല. അതേസമയം ഒരു സീരീസ് സീരീസ് കൺവേർജന്റ് ആവുകയും, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അബ്സല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ്, അബ്സല്യൂട്ട് കൺവേർജന്റ് ആണെങ്കിൽ അതൊരു തീറുണ്ട്, ഇംപ്ലൈസ് കൺവേർജൻസ്. അത് കൺവേർജൻസ് കിട്ടും, കൺവേർജന്റ് ആണ് എന്ന് കിട്ടും. കൺവേർജന്റ് ആകാം ബട്ട് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്നാകാം. കൺവേർജന്റ് ഡസ് നോട്ട് ഇംപ്ലൈ അബ്സല്യൂട്ട് കൺവേർജൻ. രണ്ടും വരാം. കൺവേർജൻസ് ഉള്ള ഒരു സീരീസിന് അബ്സല്യൂട്ട് കൺവേർജൻസ് ചിലപ്പം കിട്ടാം, കിട്ടാതിരിക്കാം. ഇംപ്ലിക്കേഷൻ ഇല്ല, എല്ലായിടത്തും ഉണ്ടെങ്കിലേ ഇംപ്ലൈസ് എന്ന് പറയത്തുള്ളൂ. അപ്പൊ കൺവേർജന്റ് ആകാം, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ലാതെ വരാം. ദാറ്റ് കേസ് ഈസ് given by the term conditionally or non-absolutely convergent. സീരീസ് കൺവേർജന്റ് ആണ് ബട്ട് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. അതിനെ നമ്മൾ കണ്ടീഷണൽ കൺവേർജൻസ് ഓർ നോൺ അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി അല്ല, കൺവേർജന്റ് ആണ് അബ്സല്യൂട്ട്ലി അല്ല, നോൺ അബ്സല്യൂട്ട്ലി. നോൺ അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി അല്ല, അബ്സല്യൂട്ട്ലി ഇതാണ്, ഇത് കൺവേർജന്റ് ആകുമ്പോഴാണ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. നോൺ അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഇത് കൺവേർജന്റ് ആണ്. സിഗ്മ എക്സൻ കൺവേർജന്റ് ആണ്, സിഗ്മ മോഡ് എക്സൻ കൺവേർജന്റ് അല്ല. അപ്പൊ നോൺ അബ്സല്യൂട്ട്ലി എന്നുള്ള ടൈം വളരെ എളുപ്പത്തിൽ നിന്ന് മനസ്സിലാവും, പക്ഷേ കണ്ടീഷണലി കൺവേർജന്റ് എന്നൊരു ടൈമും കൂടി അതിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആസ് ആൻ എക്സാമ്പിൾ വി ക്യാൻ സീ ദ ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് 1 - 1/2 + 1/3 - 1/4 പ്ലസ് എക്സെട്ര. ആദ്യത്തെ ടൈം പോസിറ്റീവ് ആയിട്ട് നിൽക്കാൻ നമ്മളതിനെ സിഗ്മ -1 ഹോൾ റേസ് ടു n - 1 n - n+1 ഒക്കെ എഴുതാം. ആദ്യത്തെ ടൈം പോസിറ്റീവ് ആയിട്ട് നല്ലൊരു രീതിയിൽ നിൽക്കാൻ -1 ഹോൾ റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 എന്നാണ് ഡിഫൈൻ ചെയ്യുക. ഡിവൈഡഡ് ബൈ n, n = 1 ഡിവൈഡഡ് ബൈ n+1 അല്ല, നോട്ടിൽ എഴുതിയിട്ടുണ്ട്.
-1 ഹോൾ റൈസ് ടു n പ്ലസ് 1 നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഡിവൈഡഡ് ബൈ n. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ -1 റൈസ് ടു n പ്ലസ് 1 -1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു 1 1 ബൈ 1 എന്നാണ് കിട്ടേണ്ടത്. -1 ഹോൾ റൈസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 അല്ല, ഡിവൈഡ് ബൈ n ആണ്. പിന്നെ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഇതിന്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നേരം എന്താ, ഇതിന്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നേരം സിഗ്മ മോഡ് എക്സൻ നമുക്ക് എഴുതണം. സിഗ്മ മോഡ് എക്സൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതിയ 1 പ്ലസ് മോഡുലസ് എടുക്കുക 1/2 1/3 -1/4 മോഡുലസ് എടുക്കുക 1/4 പ്ലസ് എക്സെട്ര. ഓർ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity modulus of -1 whole raised to n plus 1 divided by n equal to sigma n equal to 1 to infinity modulus of ഇത് മൈനസ് സൈൻ പ്ലസ് സൈൻ മാറി മാറി വരും. അത് സിഗ്മ n equal to 1 to infinity 1/n. നമുക്ക് ഈ രണ്ട് സീരീസിനെ പറ്റിയും അറിയാം. നമ്മളിത് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 - 1/2 plus 1/3 - 1/4 ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സിഗ്മ 1/n ആണെങ്കിൽ ഡൈവേർജന്റ് എന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, തന്നിരുന്ന സീരീസ് 1 - 1/2 പ്ലസ് 1/3 - 1/4 പ്ലസ് എക്സെട്ര തന്നിരുന്ന സീരീസ് കൺവേർജന്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. നോൺ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയാം. ഈ കേസിനെ നമ്മൾ കണ്ടീഷണൽ, തന്നിരുന്ന സീരീസ് കൺവേർജന്റ് ആണ്, പക്ഷെ അത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല. ഇതിനെ നമ്മൾ കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറയും. എക്സാമ്പിൾ ഈസ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. ഹാർമോണിക് ആണ് ടേംസ്, ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ. ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് നമുക്ക് പരിചയമുള്ളതാണ്. ഇനി നമ്മൾ ആദ്യത്തെ തീറത്തിലേക്ക് പോകുന്നു. ഇതിൽ ആദ്യത്തെ തീറം, if a series in R is real terms ഉള്ള series is absolutely convergent then it is convergent എന്നുള്ള തീറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. absolutely convergent ആണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണ് എന്നുള്ള തീറത്തിലേക്ക് നമുക്ക് പോകാം. absolute convergence ഇംപ്ലൈ ചെയ്യും എന്നുള്ള തീറം. തീറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: if a series in R is absolutely convergent, if a series in R, x1, x2, etc. terms real ആണ്. if a series in R is absolutely convergent, and that is convergent, then it is convergent. And the series is, then it is convergent. പ്രൂഫ് വളരെ എളുപ്പമാണ്. നമുക്ക് മോഡുലസിന്റെ ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഡെഫിനിഷനൊക്കെ ഉണ്ട്, കൺവേർജൻസ് ഡെഫിനിഷനൊക്കെ ഉണ്ട്. സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ ഏത് സീരീസ് ആണ് എന്നെടുക്കും. മോഡുലസ് ഇട്ടല്ല നമ്മളിപ്പോ സീരീസിനെ പറയാം. സിഗ്മ xn absolutely convergent. സിഗ്മ xn be absolutely convergent. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നാ? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആകുന്നപ്പോഴാണ് സിഗ്മ മോഡ് xn. ഇനി അബ്സല്യൂട്ട്ലി പറയില്ല, അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുമ്പോൾ കൺവേർജന്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. സിഗ്മ മോഡ് xn കൺവേർജന്റ് ആകുമ്പോഴാണ് സിഗ്മ മോഡ് xn അല്ല സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയുന്നത്. സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവേർജന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സിഗ്മ മോഡ് xn കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആണെങ്കിൽ എന്താ? that implies this series is Cauchy, satisfies the Cauchy criteria. Cauchy എന്ന് പറയാല്ല, satisfies the Cauchy criteria for a series. ഇനി സീരീസിന്റെ Cauchy criteria നമ്മൾ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? മോഡുലസ് ഓഫ്, ഇതിന്റെ ടേംസ് എങ്ങനെയാ? ഇതാ കൺവേർജന്റ്. മോഡ് xnന്റെ ടേംസ് മോഡ് xn പ്ലസ് 1, ഇതാണ് ഓരോ ടേംസ്, പ്ലസ് മോഡുലസ് ഓഫ് xn പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് സിഗ്മ മോഡ് xnന്റെ ടേംസ് ആണ് n പ്ലസ് 1 തുടങ്ങി m വരെ, പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് xm is less than epsilon. Given epsilon greater than 0, there exists a stage
സ്റ്റേജിനെ k epsilon എന്ന് ഫിക്സ് ചെയ്യാം. It is a natural number, element of n, such that for all m ആണ് ഇവിടെ അവസാനം കാണുന്നത്. അപ്പോൾ m വലുത്. m greater than n greater than or equal to k epsilon modulus of mod xn plus 1 plus mod xn plus 2 plus etc. mod xm modulus of അതിന്റെ modulus less than epsilon. ഇനി അകത്ത് കിടക്കുന്ന നമ്പേഴ്സിലേക്ക് നോക്കുക. മോഡുലസ് ഓഫ് xn പ്ലസ് 1, അത് നമ്പർ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ എടുത്ത് വെച്ചിരിക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് ഉറപ്പാണ്. മോഡുലസ് ഓഫ് xn പ്ലസ് 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ പുറത്തുള്ള മോഡുലസ് അതിന്റെ ആവശ്യമില്ല, അകത്ത് കിടക്കുന്ന ഓരോന്നും പോസിറ്റീവ് ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം: മോഡുലസ് ഓഫ് xn പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് xn പ്ലസ് 2. ഇനി പുറത്തൊരു മോഡുലസ് എടുക്കേണ്ട കാര്യമില്ല, അകത്തുള്ള നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് ആണ്. ഒരു പോസിറ്റീവ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് ആ പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. ഇപ്പൊ അകത്ത് കിടക്കുന്ന എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, അതിന്റെ സം എടുത്താലും പോസിറ്റീവ് ആണ്. Therefore we can write like this. Now you know the triangular inequality. Modulus of a plus b less than or equal to modulus of a plus modulus of b എന്നുള്ള ഇനീക്വാളിറ്റി. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാനും നിങ്ങൾക്കറിയാം. മോഡുലസ് ഓഫ് എ പ്ലസ് b plus c less than or equal to modulus of a plus modulus of b plus modulus of c. ഇങ്ങനെ എത്ര നമ്പറിനാണെങ്കിലും ഫൈനൈറ്റ് നമ്പറിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്താ, therefore by triangular inequality modulus of xn plus 1 plus etc plus xn, ഇതിന്റെ മോഡുലസ് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി ഉപയോഗിച്ചാൽ less than or equal to modulus of xn plus 1 plus etc plus modulus of xm എന്നുള്ളതാണ്. മോഡുലസ് ഓഫ് xm വരും, ഇവിടെ അത് xm വരും. ബട്ട് ബൈ ദ ഇക്വേഷൻ 1, അതിന് ഇക്വേഷൻ 1 എന്നെല്ലാം പേര് കൊടുക്കുക. ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഇസ് given epsilon greater than 0, there exists k epsilon element of n such that for all m greater than n greater than or equal to epsilon, modulus of xn plus 1 etc up to xm is less than epsilon. അത് സിഗ്മ xn കോഷി ആവാനുള്ള കണ്ടീഷനാണ്. therefore sigma xn കോഷി satisfies the Cauchy criteria. Sigma xn satisfies the Cauchy criteria means sigma xn, that implies sigma xn is convergent. sigma xn convergent ആണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സീരീസിന്റെ ഗ്രൂപ്പിംഗ് ആണ് കാണാനുള്ളത്. അതും വളരെ എളുപ്പമാണ്. അടുത്ത വീഡിയോയിൽ ഗ്രൂപ്പിംഗിലേക്ക് വരാം. താങ്ക് യു.